നമസ്കാരം. ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം. പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായനയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കുമായി സൺഡേ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു. ഈസ്റ്റ് മാറാടി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 101 പുസ്തകങ്ങൾ ലൈബ്രറിക്ക് കൈമാറി. പുസ്തകങ്ങളുടെ കൂട്ടുകാരൻ അലന് 101 ബുക്ക് സമ്മാനിച്ച വിദ്യാർത്ഥികൾ. പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായനയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കുമായി സൺഡേ ലൈബ്രറിക്ക് തുടക്കമായി. കോവിഡ്-19 ലോക്ഡൌൺ കാലത്തും വേനൽ അവധിക്കാലം ആരംഭിക്കുന്നതിന് മുൻപുമായി വാങ്ങിയ പുസ്തകങ്ങളോടൊപ്പം രക്ഷിതാക്കൾ സമ്മാനമായി നൽകിയ അവരുടെ പുസ്തക ശേഖരവും ചേർത്ത് 9 വയസ്സുള്ള അലയൻ എറിക് ലാൽ മറ്റു കുട്ടികൾക്കായി കഥകൾ വായിക്കുവാനും ആസ്വദിക്കുവാനുമായി സൺഡേ ലൈബ്രറി ആരംഭിച്ചു. ഈ ലൈബ്രറിയിലേക്ക് 101 പുസ്തകങ്ങൾ സമ്മാനിച്ച് മാതൃകയായി ഈസ്റ്റ് മാറാടി സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. കോവിഡ് കാലത്ത് കുട്ടികൾ ഓൺലൈൻ അഡിക്ഷനിലേക്ക് പോകുന്നതിന് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഇത്തരം ലൈബ്രറി കൂട്ടായ്മകൾ സഹായിക്കുമെന്ന് നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി പറഞ്ഞു. പേരുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് പ്രവർത്തനം. വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, ഗ്രന്ഥകർത്താക്കൾ, അഭിനേതാക്കൾ, അധ്യാപകർ, കവികൾ തുടങ്ങിയവർ വരും ആഴ്ചകളിൽ കുട്ടികളുമായി അവരുടെ ഇഷ്ടപുസ്തകങ്ങളും കഥകളും പങ്കുവയ്ക്കും. കഥകൾ പറയുവാനും കേൾക്കുവാനും വായിക്കുവാനും താൽപര്യമുള്ള കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. 5 വയസ്സു മുതൽ 15 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് പ്രവേശനം. ലോകനന്മയ്ക്കായി ഒരു മരം നട്ട് പരിപാലിക്കുന്ന കുട്ടികൾക്കാണ് അംഗത്വം നൽകുന്നത്. ഏകദേശം 600-ൽ പരം വിവിധ വിഷയങ്ങളിലുള്ള മലയാളം, ഇംഗ്ലീഷ്, ബാലസാഹിത്യം, വ്യക്തിത്വ വികസന പുസ്തകങ്ങളാണ് ഇപ്പോൾ സൺഡേ ലൈബ്രറിയിലുള്ളത്. ഒപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ട ഓൺലൈൻ സേവനങ്ങളും സൌജന്യമായി നൽകുന്നതായിരിക്കും. കൊല്ലം കോട്ടമുക്കിലുള്ള പ്രാണ കൌൺസിലിംഗ് സെന്ററിലെ 2 മുറികളാണ് ലൈബ്രറിക്കും റീഡിംഗ് റൂമിനുമായി മാറ്റിവച്ചിരിക്കുന്നത്. ഉദ്ഘാടനം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം റീനി ആന്റണി നിർവഹിച്ചു. ഈ ലൈബ്രറി അലയൻ എറിക് ലാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മോഹൻലാൽ, ഡോക്ടർ ദേവി രാജ്, സമീർ സിദ്ദിഖി പി, റിയ വിൽഫ്രഡ്, ഹാർട്ട് ഫോർ എർത്ത് ഇന്ത്യൻ ചൈൽഡ് അംബാസിഡർ റൈഹാൻ സമീർ എന്നിവർ സംബന്ധിച്ചു.